സഖാവ് ചാത്തുവേട്ടന്റെ 16ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ പ്രകടനവും അനുസ്മരണ സമ്മേളനവും നടത്തി. ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. സിപിഎമ്മിന്റെ നേതാക്കൾ പ്രത്യേകിച്ചും സമ്മേളനത്തിന് ശേഷം ഐകകണ്ഠ്യേന പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ നമ്മുടെ പാർട്ടിയുടെ അമരക്കാരനായി ദീർഘകാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ അനിഷേധ്യനായ കരുത്തനായ നേതാവ് സഖാവ് പിണറായി പറഞ്ഞു, എന്തിനാണ് ഇത്തരം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിക്കെതിരെ ഇത്തരത്തിൽ വൃത്തികെട്ട വാക്കുകൾ പദപ്രയോഗങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില പ്രതികരണം മാത്രമാണ് ഉണ്ടായത്. അപ്പോഴത്തേക്കും ആ പ്രതികരണം ഉണ്ടാകുമ്പോഴത്തേക്കും സഹിക്കാൻ കഴിയുന്നില്ല. വീണ്ടും വിമർശനമാണ്. ഇതെവിടെയാണ് എത്തുക? സിപിഐയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് ബർദൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത്, ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി എന്ത് വിലയും കൊടുക്കുമെന്നാണ്. ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി എന്ത് വിലയും കൊടുക്കുമെന്ന് പറയുന്ന അത് പൊതുവേദിയിൽ വെച്ച് ബഹുജനങ്ങളുണ്ടാകെ പറയുന്ന നേതാക്കന്മാർ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ ഒരു കക്ഷിയെ, പ്രമുഖ കക്ഷിയെ ഈ രൂപത്തിൽ ഒരു സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യത്തെ വിമർശിക്കാമോ? അങ്ങനെയാണെങ്കിൽ ആ വിമർശിച്ചത് മൂഷ മാധ്യമങ്ങളും പിന്തിരിപ്പന്മാരും നടത്തിയ വിമർശനത്തിന് സമാനമായിട്ടുള്ള വിമർശനം ശരിയല്ല, അത് സ്വയം വിമർശനപരമായി തിരുത്തണം എന്ന് പറയാനുള്ള ആർജവമെങ്കിലും അദ്ദേഹം കാണിക്കേണ്ടതായിരുന്നു. അത് കാണിച്ചില്ല. അതിനു പകരം കേരളത്തിൽ വന്ന അദ്ദേഹം ഇടതുപക്ഷ ഐക്യത്തിനെ സംബന്ധിച്ച് വളരെ വാദോരാതെ പ്രസംഗിക്കുക, സിപിഎമ്മിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ച ഇടതുപക്ഷത്തിലെ മറ്റൊരു പ്രമുഖ കക്ഷിയായ സിപിഐയുടെ നേതാവിനെ അദ്ദേഹം പറഞ്ഞത് വലിയ തെറ്റൊന്നുമില്ല എന്ന മട്ടിൽ സംസാരിക്കുക. ഇത് രണ്ടും എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോവുക? സിപിഎമ്മിന്റെ സമ്മേളനത്തിന്റെ തീരുമാനങ്ങളിൽ ഒന്ന് ഇന്ത്യക്കകത്ത് ഇടതുപക്ഷ പാർട്ടിയുടെ ഐക്യം ഊട്ടി ഉയർത്തി നിലനിൽക്കുന്ന കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ദുർനയങ്ങള് ശക്തമായി ചെറുക്കുന്നതിന് വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. കേരളത്തിലും അത് തന്നെയാണ്. കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് ഇന്ന് കേരളം ഭരിക്കുന്ന UDF ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകൾക്കെതിരെ എല്ലാ വിഭാഗം ആളുകളെയും അണിനിരത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, വിലക്കയറ്റത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാൻ, കർഷകരുടെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, യുവാക്കളുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് കേരളം ഭരിക്കുന്ന UDFന്റെ കൊള്ളരുതായ്മക്കെതിരെ അതിശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന്റെ കെട്ടഴിച്ചു വിടുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഇടതുപക്ഷ ഐക്യമാണ് പ്രധാനം. ഐക്യം വാക്കുകളിൽ പോരാ, അത് പ്രവൃത്തിയിൽ കാണിക്കണം. പ്രവൃത്തിയിൽ കാണിക്കുന്നതിന് പകരം നമ്മുടെ സമ്മേളനം ഏറ്റെടുത്ത് നടത്തിയത് ഇവന്റ് മാനേജ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആർക്കാ സഹിക്കാൻ പറ്റുമോ സഹാക്കളെ? 10,000-കണക്കിന് പാർട്ടി മെമ്പർമാർ, സ്റ്റേജിന്റെ നിർമ്മാണം ഉൾപ്പെടെ, അലങ്കാരങ്ങൾ ഉൾപ്പെടെ എല്ലാം ഓരോ പ്രദേശത്തും നമ്മുടെ ഈ കാസർഗോഡ് ജില്ലക്കകത്ത് നമ്മുടെ ജില്ലാ സമ്മേളനം നടത്തിയപ്പോ കാലിക്കടവ് എങ്ങനെ ഇരുന്നു എന്ന് എല്ലാവരും കണ്ടതല്ലേ? KP സതീഷ് ചന്ദ്രൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് പുരുഷോത്തമൻ, AK നാരായണൻ എന്നിവർ സംസാരിച്ചു.